8b ലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. Given that x minus 2 and x plus 1 are the factors of f of x cube plus 3x square plus ax plus b. So ഈ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണ് x minus 2 x plus 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് a and b. സോ അപ്പൊ നമുക്ക് അത്രയും ചെയ്യാം. അതിനുശേഷം ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് f of x. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഇവിടം വരെയുള്ള പാർട്ട് ചെയ്യാം. അതായത് എക്സ് മൈനസ് 2 എക്സ് പ്ലസ് 1 ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം എഴുതാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി. ഓക്കെ, നമുക്കറിയാം എക്സ് മൈനസ് 2 എന്തോ ഫാക്ടർ. എക്സ് മൈനസ് 2 ഈസ് എ ഫാക്ടർ. ഇഫ് വി ഡിവൈഡ് f of x by x minus 2, f of x നെ x minus 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും? 0 അല്ലെ? കാരണം f of x ന്റെ ഫാക്ടർ ആണ് x minus 2. സോ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാലോ, അല്ലെങ്കിൽ റിമൈൻഡർ തിയറം അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. x minus 2 is equal to 0 എടുക്കുക, x is equal to 2. therefore റിമൈൻഡർ എന്താണ്? f of 2 ആണ്. that is equal to എന്താണ്? 0 ആണ്. ഓക്കെ, സോ f of 2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ക്യൂബ് പ്ലസ് 3 into 2 സ്ക്വയർ പ്ലസ് a into 2 പ്ലസ് b. ഇവിടെ 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്, ബിക്കോസ് f of 2 ആണ് റിമൈൻഡർ, അത് 0 ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, സോ 2 ക്യൂബ് 8 പ്ലസ് 2 സ്ക്വയർ 4, 4 3s are 12 പ്ലസ് 2a പ്ലസ് b is equal to എന്താണ്? 0 ഉണ്ട്. ഓക്കെ, സോ നോക്കേ 2a പ്ലസ് b is equal to -20. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക ഇതിനെ. അടുത്ത എന്താണ്? എക്സ് പ്ലസ് 1 ഫാക്ടർ. എക്സ് പ്ലസ് 1 ഈസ് എന്ത്? ഫാക്ടർ. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -1 അല്ലെ? അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 ആയിരിക്കും. അത് എന്തായിരിക്കും? 0, ബിക്കോസ് എക്സ് പ്ലസ് 1 എന്താണ്? ഫാക്ടർ ആണ്. സോ എഫ് ഓഫ് -1 ഉം 0. എഫ് ഓഫ് -1 എന്ത് വരും? -1 ന്റെ ക്യൂബ് പ്ലസ് 3 into -1 ന്റെ സ്ക്വയർ പ്ലസ് a into -1 പ്ലസ് b is equal to 0. -1 plus 3 minus a plus b is equal to 0. 2 minus a plus b is equal to 0. minus a plus b is equal to -2. ഓക്കെ അല്ലേ? സോ ഇപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. സോ ഈ 1 ഉം 2 ഉം കൂടെ സോൾവ് ചെയ്താൽ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. സോ ഞാൻ എടുക്കുവാണ് 2a plus b is equal to -20 minus a plus b is equal to -2. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ബിയുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്താൽ അത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, എലിമിനേഷൻ മെത്തേഡ് അനുസരിച്ച്. സോ അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നമ്മൾ 9th നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ മെത്തേഡ് അനുസരിച്ച്. അത് ബിയുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഓക്കെ ആണ്. സോ അതുകൊണ്ട് ബിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. 1 എന്ത് കുറച്ചാൽ 2 കുറച്ചാൽ അപ്പൊ b മൈനസ് ബി എന്ത് വരും? 0 വരും. ഓക്കെ, അപ്പം അങ്ങനെ കുറയ്ക്കുന്നതിന് പകരം നമ്മൾ രണ്ടാമത്തെ എന്ത് ചെയ്യും? സൈൻ മാറ്റും. -a പ്ലസ് a ആയി, ഇവിടെ മൈനസ് ആയി, ഇവിടെ എന്തായി? പ്ലസ് ആയി. സോ പ്ലസ് 2aയും പ്ലസ് aയും കൂടെ 3a, ബിയും മൈനസ് ബിയും കൂടെ ആഡ് ചെയ്തപ്പോ 0 ആയി പോയി. -20യും പ്ലസ് 2 കൊണ്ട് എന്താവും? -18 ആയി. സോ a is equal to -18/3, a is equal to -6 കിട്ടി. ഓക്കെ, ഇനി പുട്ട് എന്ത് ചെയ്യാം? a is equal to -6 in ഇക്വേഷൻ എവിടെ കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. സോ 2 into -6 and ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുക. എയുടെ വാല്യൂ 2 into -6 plus b is equal to -20, -12 plus b is equal to -20, b is equal to -8. ഓക്കെ, സോ അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എക്സ് മൈനസ് 2 എക്സ് പ്ലസ് 1 ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ വരെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതണം എക്സ് പ്ലസ് 2 ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ തിയറി അനുസരിച്ച് എക്സ് പ്ലസ് 2 is equal to 0, എക്സ് is equal to എഫ് ഓഫ് 2 എന്തായിരിക്കും? റിമൈൻഡർ 0. അതനുസരിച്ച് ഒരു ഇക്വേഷൻ. എക്സ് പ്ലസ് 1 ഫാക്ടർ ആകുമ്പോൾ റിമൈൻഡർ 0,
റിമൈൻഡർ എങ്ങനെയാ റിമൈൻഡർ തിയറം അനുസരിച്ച് കണ്ടുപിടിക്കുന്ന എഫ് ഓഫ് -1 = 0 എന്ന് കൊടുക്കുക, അപ്പോഴൊരു ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും എന്ത് കിട്ടും, വാല്യൂ കിട്ടും. ഇനി അടുത്ത അവർ പറഞ്ഞിരിക്കുന്നത് ഹെൻസ് ഫൈൻഡ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ അപ്പൊ നോക്കി, ഞാൻ ഇവിടോട്ട് എഴുതുവാണ്. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, x³ + 3x² + ax + b. സോ അപ്പൊ ഇങ്ങനെ എഴുതിയിരുന്നാൽ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എയുടെയും ബിയുടെയും വാല്യൂ ഇട്ട് കൊടുക്കണം. സോ നോക്കേ, x³ + 3x² + എയുടെ വാല്യൂ എത്രയാണ്, -6. സോ -6x, ബിയുടെ വാല്യൂ എത്ര, -8. സോ ഇതാണ് ശരിക്കും എന്ത്, നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്, ഒരു ഫാക്ടറോടെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ നോക്കേ, ഹെൻസ് ഫൈൻഡ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓൾറെഡി രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, ഇതാ നോക്കേ, 2 ഫാക്ടേഴ്സ് ഓൾറെഡി ഉണ്ട്. ഏതൊക്കെയാ, x-2 ആൻഡ് x+1. ഇനി ഒരു ഫാക്ടർ കൂടെ കണ്ടുപിടിച്ചാൽ മതി. സോ അപ്പൊ അത് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഈ പോളിനോമിയലിനെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ അപ്പൊ ഇത്രയും മനസ്സിലായെങ്കിൽ ഇത് എഴുതിയെടുക്കുക. സോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് വെച്ചു, ആ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്തു, പുതിയ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടുകയും ചെയ്തു. രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, ഫൈൻഡ് ഓൾ ഫാക്ടേഴ്സ്. അപ്പൊ ഒരു ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഞാനൊരു മെത്തേഡിൽ ചെയ്യുവാണ്, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് എന്ത്, എഫ് ഓഫ് എക്സ് ബൈ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, x-2 ഇതായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ്, x³ പ്ലസ് എത്ര, 3x² -6x -8 കൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ്, x³ + 3x² -6x -8 ഡിവൈഡ് ബൈ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, x-2 ഉണ്ട്. നോക്കേ, x³ ബൈ x എത്ര, x², ആ x² ഇവിടെ എഴുതണം. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ആണ് രണ്ടും കൊണ്ട്, x² × x x³, x² × -2x². സൈൻ മാറ്റണം, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ആഡ് ചെയ്യുമ്പോൾ എത്രയായി, 5x² -6x താത്തിറക്കി. ഇനി 5x² x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ +5x എന്ന് വരും. അതിന് ഇത് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ 5x × 5x × x 5x², 5x × -2 -10x എന്ന് വരും. സൈൻ മാറ്റുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആവും. സോ ഇവിടെ 0 വരും. 10x -6x കൂടെ +4x എന്ന് വരും. ഓക്കെ, ഇനി -8 താത്തിറക്കണം. ഓക്കെ ആണല്ലോ. 4x ഡിവൈഡ് ബൈ x എത്രയാ, +4. അപ്പൊ 4 × x 4x, 4 × -2 -8. സൈൻ മാറ്റുമ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, 0. അപ്പൊ നമ്മുടെ ഡിവിഷൻ കറക്റ്റ് ആണ്. കാര്യം ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ രണ്ട് ഫാക്ടേഴ്സ് ആണല്ലോ ഇത് രണ്ടെണ്ണം. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും, 0. സോ അപ്പൊ നമുക്ക് വേണ്ട എന്തോ ഈ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങോട്ടും എടുക്കും. ഏതാണ്, x² + 5x + 4. ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വഴി നമ്മൾ എന്ത് ചെയ്യും, പഴയ കണക്ക് തന്നെ കണ്ടുപിടിക്കും ഫാക്ടർ. സോ അപ്പൊ നോക്കി, ഇവിടുത്തെ സം എത്രയാണ്, 5. പ്രോഡക്റ്റ് എത്രയാണ്, 1 × 4 4. അപ്പൊ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് 4 വരണം, ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം, 5 വരണം. അപ്പൊ ഞാൻ നോക്കേ, 1 × 4 എത്ര, 4, 1 + 4 എത്ര, 5 അല്ലേ. ഓക്കെ, സോ ഇവിടെ ലാർജ് സം പോസിറ്റീവ്, ലാർജ് പോസിറ്റീവ്, അതൊക്കെ ഇവിടെ പ്രശ്നമില്ല, കാര്യം എല്ലാം പോസിറ്റീവ് ആണ്ട് വലിയ പ്രശ്നമില്ല. സോ സം ഇവിടെ പോസിറ്റീവ് ആണ്, സോ ലാർജ് പോസിറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. സോ 1 × 4 4, 1 + 4 എത്ര, 4. മൈനസ് വരുന്ന കേസിലാണ് കുറച്ചുകൂടെ നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1 ഉം 4 ഉം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. x² 5x വരെ നമുക്ക് എന്ത് എഴുതാം, +1x പ്ലസ് എത്ര, 4x + 4. ഓക്കെ, ഈ 5x വരെ 1x + 4x എഴുതുന്നേ ഉള്ളൂ, സ്പ്ലിറ്റ് ചെയ്തു, 5x സ്പ്ലിറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിൽ രണ്ടിൽ എന്ത് കോമൺ എടുക്കാറുണ്ട്, x കോമൺ എടുത്താൽ x+1, ഇവിടുന്ന് 4 കോമൺ എടുത്താൽ എന്ത് വരും, x+1. സോ ഇനി ഇവിടുന്ന് രണ്ടിൽ നിന്ന് എന്ത് കോമൺ എടുക്കാറുണ്ട്, x+1 കോമൺ എടുത്താൽ ഇവിടെ എന്ത് വരും, x+4 വരും. ഓക്കെ ആണല്ലോ. സോ നോക്കിക്കേ, നമ്മള് x-2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു കോഷ്യന്റ് കിട്ടി, അതിനെ ഫാക്ടറൈസ് ചെയ്തപ്പോ x+1 ഉം x+4 ഉം കിട്ടി. ഈ x+1 ഓൾറെഡി ഇവിടെ ഉള്ളതല്ലേ. ഓക്കെ, സോ അപ്പം ഇതിനെ എടുക്കേണ്ട ആവശ്യമില്ല, x+4 ആണ് വന്നേക്കുന്നത് അഡീഷണൽ ആയിട്ട്. അപ്പൊ ആ x+4 എടുക്കുക. ക്ലിയർ ആണല്ലോ. കാര്യം ഓൾറെഡി ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് ഇത് രണ്ടും. സോ ഇതിനെ ഇത് x-2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയ കോഷ്യന്റിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോ എന്ത് കിട്ടി, ഇത് രണ്ടെണ്ണം കിട്ടി. ഇതിൽ x+1 വീണ്ടും എടുക്കണ്ട, ആരും ഓൾറെഡി ഇവിടെ ഉണ്ടാവും. അതിനൊക്കെ തന്നെ
x+4 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ എഴുതാം? x-2 ആദ്യം കിട്ടിയ x+1 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തോ ഇപ്പൊ കണ്ടുപിടിച്ച x+4. ഇതാണ് ഇതിന്റെ ഫാക്ടേഴ്സ്. ഇൻ കേസ് നിങ്ങൾ ഈ പോളിനോമിയലിനെ ഇപ്പൊ ഞാൻ x-2 കൊണ്ടല്ലേ ഇവിടെ ഡിവൈഡ് ചെയ്തത്, x+1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന കോഷ്യന്റിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ഒരെണ്ണം ഇവിടെ x+1 അല്ലേ കിട്ടിയത്, ഇവിടെ അടുത്ത ഇവിടെ എന്ത് കിട്ടും? x-2 ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത്. ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടെ കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനകത്ത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, സോ അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എടുക്കേണ്ട ആവശ്യമില്ല, അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഇതിനെ എടുത്താൽ മാത്രം മതി. ഇപ്പൊ ഫാക്ടേഴ്സ് കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ?